ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻകം ടാക്സ് നോട്ടീസ് അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കടക്കാണ്ട് മുമ്പ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു ന്യൂസ് പറഞ്ഞുതരാം. നമുക്കൊരു നമ്മുടെ മധ്യപ്രദേശിലത്തെ ഒരു സ്റ്റുഡൻസിനല്ല 50 ലക്ഷത്തിൻ്റെ ഒരു എന്താ പറയുക GST നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പാൻ കാർഡ് മിസ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡിൽ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ഇത് സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ മറക്കണ്ട. അത് ആർക്കും ഷെയർ ചെയ്യാനും സംഭവം വന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ കോൾ വന്നിട്ട് അവർക്ക് വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് നോക്കണ പരിപാടി ഉണ്ട്. അപ്പോൾ പണി കിട്ടുന്ന വഴി അറിയില്ല, സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കണ്ട. ഞാൻ ഇത് മുമ്പും പറയാറുണ്ട്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സംഭവമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ നോക്കിക്കുക. അതുപോലെ തന്നെ ഈ ടെലിഗ്രാമിലും കോൾ വന്നിട്ട് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന പരിപാടി നിർത്തുക. പണി ഏത് വഴിയേ വരാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കുറേ പേര് പണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ അത് കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ആലോചിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ വന്ന സർവേയിൽ തന്നെ 48%, അതായത് ടോട്ടൽ നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസിൽ വരുന്ന 48% നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ബേസിസിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ട്രാക്കിങ്ങും സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 പേര് ചിലപ്പോൾ ഒരാൾക്കൊക്കെ ഇൻകം ടാക്സ് നോട്ടീസ് വരാറുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അവരുടെ ട്രാക്കിംഗ് ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡിലാണല്ലോ, ടെക്നോളജി വേൾഡിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതിനും അവർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ബേസിസ് ഭയങ്കര ട്രാക്കിംഗ് ആണ്. അപ്പോൾ അത് മറക്കണ്ട. പിന്നെ RBIയുടെ പുതിയ റൂളുകളൊക്കെ വന്നിട്ട് നിങ്ങൾ അറിയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ തന്നെ. അപ്പോൾ പണി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ നമുക്ക് നോക്കി വെക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഒറ്റടിക്ക് ചെയ്യുമ്പോൾ, അതായത് 1 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഒറ്റടിക്ക് ചെയ്യുമ്പോൾ ആ സാധനം റിപ്പോർട്ട് ആവാനും നിങ്ങളുടെ ITR ഫയൽ ചെയ്യാനും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാം. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങളൊരു 10 ലക്ഷത്തിൻ്റെ മുകളിൽ ആനുവലി സ്പെൻഡിങ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും വരാം. മൂന്നാമത്തേന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ വേണ്ടി 1 ലക്ഷത്തിൻ്റെ മുകളിൽ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴും വരാം. അപ്പോൾ ഇതാണ് മെയിൻ 3 റീസൺ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള മെയിൻ റീസൺ. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്, നിങ്ങൾക്കിപ്പോൾ നോട്ടീസ് വന്നു, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് ബേസ്ഡ് ഓൺ ക്രെഡിറ്റ് കാർഡ് വന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ആക്ച്വലി 2 കേസുകളുണ്ട്. അതായത് ഒരാൾ എക്സാമ്പിളായിട്ട് ഒരാൾ ITR ഫയൽ ചെയ്യാത്ത ഒരാളാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ITR ഫയൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 2 കേസിലും നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ITR ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾ ടാക്സ് എക്സ്പേർട്ടിനെ കാണുക, അല്ലെങ്കിൽ CAനെ കാണുക, ITR ഫയൽ ചെയ്യുക, എന്നിട്ട് അത് ഫീഡ്ബാക്ക് കൊടുക്കുക. ചില ഇതിൽ നമുക്കിപ്പോൾ സോഴ്സ് കാണിക്കാനും സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫിസിക്കലായിട്ട് പോകേണ്ട വരും അവരുടെ അടുത്തേക്ക്. അല്ലാത്ത പക്ഷം ഇതാണ് സംഭവം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു ITR ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ITR ഫയൽ ചെയ്തെങ്ങനെ ഇൻകവും നിങ്ങൾ സ്പെൻഡ് ചെയ്തെങ്ങനെ സംഭവമൊക്കെ ഭയങ്കര ഉൾട്ടയാണ്, അല്ലെങ്കിൽ മിസ്മാച്ച് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടെ ITR റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി ഫയൽ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, അതിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ മിക്കതും എന്താ പറയുക സോഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് അതൊക്കെ കാണിക്കേണ്ടി വരും കേട്ടോ. അതാണ് 2 മെയിൻ എന്താ പറയുക കേസ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയാൻ പറ്റില്ല, 2 കേസ് എന്നാണ് ഇങ്ങനെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് അറിയിക്കുമല്ലോ, ഇപ്പം മിക്ക ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് റൊട്ടേഷൻ ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതായത് റൺ പേയ്മെന്റ് ഉണ്ടല്ലോ, ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തിട്ട് 20,000 50,000 രൂപ എടുക്കും. എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കും. എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡിന് ആദ്യം അക്കൗണ്ടിലേക്ക് 50,000 രൂപ എടുക്കും. അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ക്രെഡിറ്റ് എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇൻകം ടാക്സ് നോട്ടീസ് വരാം, ശ്രദ്ധിക്കാൻ മറക്കണ്ട. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് കുറേ ഇപ്പോൾ ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റ്സിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാഷ് ബാക്ക് റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ടല്ലോ, എക്സാമ്പിളായിട്ട് ആമസോൺ ക്രെഡിറ്റ് കാർഡൊക്കെ. അപ്പോൾ സ്വന്തം യൂസിന് മാത്രമേ ഈ സാധനം ഉപയോഗിക്കുക. ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ട് പണിക്കണ്ടവരുടെയും എല്ലാവരുടെയും എടുത്തു കൊടുക്കാൻ നിൽക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ക്യാഷ് ബാക്ക് അടക്കം ഒരു ഇൻകമായിട്ട് കണക്കാക്കിയിട്ടാകുമ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും കേസ് വരാട്ടല്ല, ഇൻകം ടാക്സ് വരാട്ട, പറയാൻ മറക്കണ്ട. മൂന്നാമത്തേന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഹെവി സ്പെൻഡർ ആണെങ്കിൽ ഇരിക്കണമെങ്കിൽ, നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഹെവി സ്പെൻഡർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ബില്ല് വരുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ബിൽ ജനറേറ്റ് ആവാനായിട്ട് മുമ്പ് അതിൻ്റെ ഒരു 75% പേ ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബിൽ ജനറേറ്റ് ആവുന്ന എമൗണ്ട് ചെറുതായിരിക്കുമല്ലോ, അപ്പോൾ നോർമലി അത് റിപ്പോർട്ട് ആവില്ല. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. നിങ്ങൾക്ക് അറിയിക്കുക, നമ്മളിത് നമ്മുടെ എന്താ പറയുക സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഈ സാധനം യൂട്ടിലൈസേഷൻ കുറയ്ക്കാനൊക്കെ നമ്മൾ ഈ പരിപാടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇതിൽ.
നമ്മൾ ചെറിയ എമൗണ്ട് ഇപ്പോൾ 50,000 60,000 70,000 40,000 അങ്ങനെ കുറെ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് വരുന്ന ബില്ലാണ് ഹൈ എമൗണ്ട് ആണെങ്കിലാണ് ഇത് നടക്കുള്ളൂ. അല്ലാണ്ട് ഒരു ട്രാൻസാക്ഷൻ തന്നെ ഇപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ തന്നെ ഹൈ എമൗണ്ട് ആണെങ്കിൽ അത് എന്തായാലും ആ ഒരു ഓരോ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നടക്കില്ല കേട്ടാ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ 3 ശ്രദ്ധിക്കാൻ മറക്കണ്ട. പണി കിട്ടുന്ന വഴി അറിയില്ല കേട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാം, ചിലപ്പോൾ ഇത് മേജർലി നോർമലി ഇഷ്യൂ വരാറില്ല. നോർമലി ITR ഫയൽ ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അതൊരു എന്താ പറയുക അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് റിവൈസ് ചെയ്ത് ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. പക്ഷേ ഇഷ്ടംപോലെ ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ കാരണം. എന്ന് വെച്ചാൽ ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സാലറി ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനൊക്കെ നോർമലി ക്രെഡിറ്റ് കാർഡ് കിട്ടാറുള്ളൂ. ഇപ്പോൾ പക്ഷേ സ്റ്റുഡൻസിനടക്കം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസിനും സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് തന്നെ ചിലപ്പോൾ ഇതുപോലെ സംഭവങ്ങൾ വരാം. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തും എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് യൂസ് ചെയ്താൽ മതി. അതാ സ്പെൻഡ് വൈസ്ലി എന്നൊക്കെ പറയില്ല നമ്മൾ. ക്രെഡിറ്റ് കാർഡ് അപ്പോൾ വൈസ്ലി തന്നെ ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുറേ പണികൾ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാൻ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ IT ഫീൽഡിലും അതുപോലെ തന്നെ ഫൈനാൻസ് ഫീൽഡിലും നമുക്ക് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റ്ലി കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എടുത്തത് NISM സർട്ടിഫിക്കേഷനാണ് സെബിയുടെ. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു മാത്രം. എന്താ വെച്ചാൽ നമ്മൾ നോർമൽ നമ്മുടെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഫൈനാൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടവരൊക്കെ ഇപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവരും സംഭവം എല്ലാം ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ ഫൈനാൻസിൻ്റെ വീഡിയോസ് കാണാനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 10 വയസ്സ് വരെ ബോധമില്ലാണ്ട് കുറേ പേര് ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാരുടെ പൈസയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉടായ്പ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് മാത്രമല്ലോ, എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്യാഷ് ഉപയോഗിച്ച് എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു റിസർച്ച് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ബൈ.